പേജ് കഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെ പിറന്നാൾ. നോക്ക് കണ്ടില്ലേ, ഇതാണ് പറയുന്നത്, ഒന്നും ഇപ്പോഴത്തെ കാലത്ത് ചെയ്തു കൊടുക്കരുതെന്ന്. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തേക്കിപ്പോൾ 3 ദിവസമായിട്ടോ നമുക്ക് ആക്സിഡൻറ്റ് പറ്റിയിട്ട്. അപ്പോൾ എന്താ എൻ്റെ കാര്യം കഷ്ടമാണ്. കാരണം സഹീഷേട്ട ഇങ്ങനെ കിടക്കുന്നതിനെ കൊണ്ട് തന്നെ ഞാൻ എന്താ പറയുക, ഒരു സഹായമായിരുന്നല്ലോ നല്ലതാണ് കേട്ടോ. അപ്പം മൂപ്പനെ കൂടി ഉണ്ടാകുന്ന സമയത്ത് ഞാൻ അങ്ങനെയൊന്നും ബുദ്ധിമുട്ട് അറിയില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ തന്നെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പണി ചെയ്യുന്നതല്ല, പണി ചെയ്യാത്ത കുറേ കാര്യങ്ങളുണ്ട്. അടുക്കളയിലെ പണി എന്നുള്ളതല്ല, അതാണ് അടുക്കള പണി മാത്രം നോക്കിയാൽ മതി. പക്ഷെ നമ്മൾ പറ്റാത്ത കുറേ കാര്യങ്ങളിലും ഒക്കെ സഹീഷേട്ടൻ ഇല്ലാത്തത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ. അപ്പം ഇതാണ് കണ്ടീഷൻ. അപ്പോൾ ഇന്നത്തെ രാവിലെ ഞാൻ കുളിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. രാവിലെ കുളി കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് ഗുളികയെല്ലാം കുടിച്ചിട്ടുള്ള കിടക്കുകയാണ്. ഇനിയിപ്പം എനിക്ക് കുറച്ച് പരിപാടിയുണ്ട് അടുക്കളയിൽ. ഇന്ന് ചോറൊന്നും ആയിട്ടില്ല. ഇന്ന് ശനിയാഴ്ചയാണ് കേട്ടോ. ശനിയാഴ്ച തന്നെ സ്കൂളൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് തന്നെ ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ വേഗം പരിപാടികൾ നോക്കട്ടെ കേട്ടോ. ഇപ്പം രാവിലെ ഞാൻ സജീഷേട്ടൻ്റെ കുളിയും അതേപോലെ തന്നെ മരുന്ന് വെപ്പും ഗുളിക കുടിക്കലും ചായ കുടിയും ഒക്കെ കഴിഞ്ഞിട്ടാട്ടോ ബാക്കി അടുക്കളയിലുള്ള കാര്യം നോക്കുക. എന്നിട്ട് വേഗം തന്നെ എൻ്റെ കുളിയും കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ അടുക്കളയിൽ കയറല്. കാരണം പിന്നെ എനിക്ക് അതിലോട്ട് പോകാനുള്ള നേരം ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് തന്നെ കേട്ടോ. അപ്പോൾ ഇന്ന് ചെറുപയറും കായും കൂടിയുള്ള കറിയാട്ടോ ഉച്ചക്കത്തേക്ക് ഉണ്ടാക്കിയത്. എല്ലാവരും വിചാരിക്കും ചെറുപയറും കായൊന്നും ഉച്ചയ്ക്ക് ചോറിന് ചിലപ്പം ചില സ്ഥലങ്ങളിൽ കൂട്ടുണ്ടാവില്ല. പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പരിപ്പും കായും കൂടെ എരിശ്ശേരി എന്ന് പറഞ്ഞ സാധനം വെക്കലുണ്ട്. പക്ഷേ ഇവിടെ ചെറുപയറിട്ട് വെക്കണം. സജീഷറിനും എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായതിനെ കൊണ്ട് തന്നെ അങ്ങനെ ഒരു ചെറിയൊരു എരിശ്ശേരി പോലുള്ള കറിയും ഒരു ഇഞ്ചി ചമ്മന്തി ഉണ്ട്, പിന്നെ ഒരു ഉപ്പേരും, പിന്നെ ഇന്നലെ വാങ്ങിച്ച ചിക്കൻ കുറച്ച് ബാക്കിയുണ്ടായിരുന്നേ. അപ്പം ഞാനത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചെറുപയറും കായിൻ്റെ കറിയിലേക്ക് നമ്മൾ തേങ്ങ അരയ്ക്കുമ്പോൾ കുറച്ച് ചെറിയുള്ളിയും ജീരകവും കൂട്ടിയിട്ട് അരയ്ക്കണം കേട്ടോ. നമ്മൾ നോർമൽ എരിശ്ശേരി ഉണ്ടാക്കുന്ന പോലെ തന്നെ നല്ല രസമാണ്. കാരണം ഇതിൻ്റെ കൂടെ നല്ലൊരു പുളിയുള്ള കറിയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. പിന്നെ ചിക്കൻ പൊരിച്ചതെന്ന് വെച്ചാൽ തീരെ ചിക്കൻ ചെറുതാക്കി മുറിച്ച്, അതായത് ചെറിയ എല്ലില്ലാത്ത പീസ് മാത്രം ചതുരത്തിൽ ചെറുതാക്കി മുറിച്ചിട്ട് ഉപ്പും മുളകും മഞ്ഞളും മാത്രമേ അതിലിട്ടിട്ടുള്ളൂ. അല്ലാതെ ഗരം മസാലയോ ചിക്കൻ മസാലയോ ഒന്നും ചേർക്കണ്ട കേട്ടോ. ശരിക്കും നല്ല ടേസ്റ്റാണ്. ഇങ്ങനെയുള്ള ചിക്കൻ പൊരിച്ചതിനായിരിക്കും ടേസ്റ്റ്. കാരണം ഇത് ഉള്ളിലൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വരും. അതിൻ്റെ കൂടെ വറുക്കുന്നപ്പം കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എരിശ്ശേരിയിൽ വറവിടുന്ന പോലെ തന്നെ ഉള്ളിയും അതേപോലെ തന്നെ തേങ്ങയും ഇട്ടിട്ടാണ് വറവിടേണ്ടത്. ഞാൻ അങ്ങനെ തേങ്ങ ഇട്ടിട്ടില്ല, ഉള്ളി മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ കണ്ടില്ലേ, ഇതിങ്ങനെ പൊരിഞ്ഞ് വരുന്ന സമയത്ത് ഈ ചിക്കൻ സൂപ്പറാട്ടോ. കാരണം ഇത് എന്താ നമ്മളെ സോയാബീൻ വറുത്തൊരു മോഡലിലായിട്ട് ഉണ്ടാകുക. പിന്നെ എരിശ്ശേരിയിലോട്ട് ഞാൻ വറവ് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. വെറും ഞാൻ പറഞ്ഞല്ലോ ഉള്ളി ഇട്ടിട്ടുള്ളൂ, തേങ്ങ ഇട്ടിട്ടില്ല. കാരണം തേങ്ങ ഇവിടെ കുറവാണ് കേട്ടോ. അതുകൊണ്ടാണ് തേങ്ങ ഉള്ളവരാണെങ്കിൽ ഇതിൻ്റെ കൂടെ തേങ്ങയും കൂടി ഇട്ടാൽ അടിപൊളിയായിരിക്കും കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഉള്ളൊരു കറി അല്ലെങ്കിൽ പുളിയുള്ള മീൻ മുളകിട്ട കറി ഒക്കെ ഉണ്ടെങ്കിൽ ഈ കറിക്ക് നല്ല കോമ്പിനേഷനാണ്. പക്ഷേ നമുക്ക് ഇന്ന് മീൻ കിട്ടിയിട്ടില്ലല്ലോ, ചിക്കൻ ഉള്ളതിനെ കൊണ്ട് തന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഞ്ചി ചമ്മന്തി അരയ്ക്കാൻ വിചാരിച്ച് പച്ചമുളകും ഇഞ്ചിയും തേങ്ങയും ഉപ്പും കൂടെ തൈരും കൂട്ടി അരയ്ക്കുക. വേണമെങ്കിൽ കുറച്ച് വെള്ളത്തിൽ വേണമെങ്കിൽ അങ്ങനെ അരയ്ക്കുക. അതിന് ശേഷം തൈരാക്കുന്ന പോലുണ്ട്. അതേപോലെ തന്നെ ഇഞ്ചി ചമ്മന്തിക്ക് ആദ്യം തന്നെ തൈര് കൂട്ടി അരയ്ക്കുന്നവരുണ്ട്. പക്ഷേ ഇന്ന് ഞാനിപ്പോൾ അരച്ചത് തൈര് കൂട്ടിയിട്ടാട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ അതിലോട്ട് നമ്മൾ തൈര് ചേർക്കണ്ടല്ലോ. പക്ഷേ എന്താണെന്ന് അറിഞ്ഞൂടാ, കുറച്ചൊരു പുളി കുറവായിരുന്നു കേട്ടോ തൈരിന്. അതുകൊണ്ട് തന്നെ ഞാനിത് അരച്ച് കഴിഞ്ഞപ്പോൾ ടേസ്റ്റ് നോക്കിയപ്പോൾ നന്നായിട്ട് പുളി കുറവ് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞ് കുറച്ചുകൂടെ തൈരാക്കിയിട്ടുണ്ട്. അതിനുശേഷം നല്ല പുളി ഏകദേശം പാകമായതിന് ശേഷം കേട്ടോ അത് ഞാൻ സെറ്റാക്കി വെച്ചത്. അപ്പം നമുക്ക് ഇഞ്ചി ചമ്മന്തിയായി, അതേപോലെ തന്നെ ചിക്കൻ പൊരിച്ചതുമായി, നല്ലൊരു നമ്മളെ എരിശ്ശേരിയായി. പിന്നെ ഞാൻ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് നമ്മളെ ബീട്രൂട്ട് കേട്ടോ. ബീട്രൂട്ട് അല്ലാതെ ഞാനിങ്ങനെ ഇതിൽ നമ്മളെ സാധനം ഉണ്ടല്ലോ അതിലോട്ട് അങ്ങോട്ട് ഉരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുക. പക്ഷേ ഇന്ന് ഞാനത് ചെറുതാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നല്ലോണം കുറച്ച് വെള്ളത്തിൽ വേവിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ആക്കിയിട്ടാട്ടോ ഉപ്പേരി ഉണ്ടാക്കിയത്. പിന്നെ കുഞ്ഞു സിദ്ധുവും ദേവും കൂടി അങ്ങ് ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. ഇന്നിപ്പം ദേവുവിന് കൊയിലാണ്ടി പോകണം കേട്ടോ. ഓള് 2-3 ദിവസം മുന്നേ പോകണമെന്ന് പറഞ്ഞത്. അതിൻ്റെ ഇടയ്ക്കാണല്ലോ സജീഷറിന് വയ്യായികയൊക്കെ വന്നത്. അതുകൊണ്ട് തന്നെ ഓള് വരുന്ന ഏതായാലും 2 ദിവസം കഴിഞ്ഞ് പോകാമെന്ന് പറഞ്ഞ് നിന്നതാട്ടോ.
പിന്നെ ഒരു കൊറിയർ എടുക്കാനുണ്ടായിരുന്നു. അത് എടുക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞും ദേവും കൂടി ആട്ടോ പോയത്. ഞാൻ പറഞ്ഞല്ലോ എനിക്കിപ്പോൾ സജീഷ് ചേട്ടൻ്റെ എന്താ പറയുക സഹായം ഇല്ലാത്തത് ഭയങ്കര പ്രശ്നമാണ്. കാരണം എല്ലാത്തിനും എൻ്റെ കൂടെ നിൽക്കുന്നതാണല്ലോ. അതിപ്പം ഭക്ഷണം ഉണ്ടാക്കുന്ന ആയാലും സാധനം വാങ്ങിക്കാനായാലും ജസ്റ്റ് നമ്മൾ അലക്കി ആറിടാനാണെങ്കിൽ പോലും എനിക്ക് സജീഷ് ചേട്ടൻ്റെ ഹെൽപ്പ് ഉണ്ടാവലുണ്ട് കേട്ടോ. ഇപ്പം എന്ന് വെച്ചാൽ എല്ലാം തനിച്ച് ചെയ്യുമ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ ജോലി ഒരു കുഴപ്പമില്ല, പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾ സാധനം വാങ്ങിച്ചിട്ട് വരിക, പിന്നെ പുറത്തുള്ള കുറച്ച് പരിപാടികൾ, അപ്പോൾ അങ്ങനെയുള്ളതിനൊക്കെ ഇപ്പം ഞാൻ തന്നെ പോകണം. കാരണം മക്കൾ അത്രയല്ലേ ആയുള്ളൂ, ഓരോ നമുക്ക് ഒന്നിനും പറഞ്ഞേക്കാൻ പറ്റൂലല്ലോ. എന്നാലും കുഞ്ഞും ദേവും കൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് ചെയ്യും കേട്ടോ. കാര്യങ്ങളെന്ന് വെച്ചാൽ ജോലിയല്ല, സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരാനൊക്കെ ഈ അടുത്തൊക്കെ അവർ രണ്ടാളും കൂടെ പോകലുണ്ട് കേട്ടോ. പിന്നെ ഫുഡ് കഴിഞ്ഞ ശേഷം പിന്നെ രണ്ടാളും കൂടിയും കുത്തുന്ന കുറേ നേരം കഥ പറഞ്ഞ്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഞായറാഴ്ചയോ അല്ലെങ്കിൽ സെക്കൻഡ് സാറ്റർഡേ സജീഷ് ചേട്ടൻ ഇങ്ങനെ കിട്ടലുള്ളൂ. ഇതിപ്പോൾ അസുഖം വന്നിട്ടാണ് പറ്റിയതാണെങ്കിൽ പോലും എന്താ പറയുക മൂപ്പര് ഉണ്ടാകുന്നത് അതും എനിക്കൊരു സന്തോഷം തന്നെയാണ് കേട്ടോ. കുറേ നേരം എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കാമല്ലോ. അപ്പോൾ എന്നോട് അറിയാം എനിക്ക് ഇതപ്പോൾ നല്ല സുഖമായില്ലേന്ന്. അപ്പോൾ എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് കഥയൊക്കെ പറഞ്ഞു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ചായപരിപാടി നോക്കിയേ. ഇപ്പം ബേക്കറി സാധനങ്ങൾ തന്നെയാണ് വൈകുന്നേരത്തെ ചായക്ക് ഉണ്ടാവല്. കാരണം ആരെങ്കിലുമൊക്കെ ഇങ്ങനെ കാണാൻ വരും കേട്ടോ. അപ്പോൾ വരുമ്പോൾ ഓരോരോ ബേക്കറി സാധനങ്ങളും കൊണ്ടുവരുമല്ലോ. അതുകൊണ്ട് തന്നെ അധികവും മിക്സ്ചറും കേക്കും അങ്ങനെയുള്ള ഓരോ സാധനങ്ങളാണ് ഉണ്ടാവുക. പിന്നെ അല്ലാത്ത പോരാത്തതിനാണെങ്കിൽ ഇന്ന് സ്കൂളില്ലാത്തതിനെ കൊണ്ട് നല്ല കട്ടിയായിട്ടുള്ള അവില് കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ. ബേക്കറി കണ്ടാൽ പിന്നെ മക്കൾക്കൊന്നും വേണ്ടി വരില്ലല്ലോ. പിന്നെ ദേവ് അങ്ങോട്ട് പോയതിനെ കൊണ്ട് തന്നെ ഞാനും സജീഷേട്ടനും കുഞ്ഞും സിദ്ധു ഉള്ളൂ കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ വല്ലാത്തൊരു സൈലൻ്റായ അവസ്ഥയാണ്. ദേവ് പോകുമ്പോഴത്തേക്ക് മക്കളും അങ്ങോട്ട് സൈലൻ്റ് ആവും കേട്ടോ. കാരണം ഓളുണ്ടെങ്കിലാണ് ഓലും ഇങ്ങനെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയുകയും കളിക്കുകയും ചിരിക്കുകയും ഒച്ചപ്പാടും ഒക്കെ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ ഇപ്പം ഞാനെല്ലാം കൂടെ വല്ലാത്തൊരു സൈലൻ്റായിട്ട് ഇരിക്കുക. അപ്പോൾ ഞാൻ വൈകുന്നേരത്തെ ചായയും കൂടിയും കഴിഞ്ഞിട്ട് നമുക്ക് വിളക്ക് കത്തിക്കണം. പിന്നെ എന്താ പറയുക മേലൊക്കെ കഴുകാനുണ്ട്, കുഞ്ഞുവിനും സിദ്ധുവിനൊക്കെ മേലൊക്കെ കഴുകാനുണ്ട്. അപ്പം ചായേൻ്റെ പരിപാടി നോക്കി. അപ്പോൾ ഈ ചായ പരിപാടി നിന്ന സമയത്താണ് കുറേ കാര്യങ്ങൾ പറയൂ കേട്ടോ മക്കൾ. നല്ല രസമാണ് കേട്ടിരിക്കേ. രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റവും കുറവും അതും ഇതൊക്കെ പറയും. അതുകൂടാണ്ട് കുറേ സ്കൂളിലെ കാര്യവും ഇവൻ അങ്ങനെ അമ്മേ അതങ്ങനെയാണ് ഇത് ഇങ്ങനെയാണ് എന്നൊക്കെ പറയും കേട്ടോ. നല്ല രസമാണ് കേൾക്കാൻ. അപ്പം ഞാനിടയ്ക്ക് സജീഷ് ചേട്ടനുള്ള സമയത്ത് സജീഷ് ചേട്ടന് ശരിക്കും കേൾക്കൽ കുറവാണ്. കാരണം ചായ കുടിക്കാനൊക്കെ മൂപ്പര് പോവുകയല്ലോ, നമ്മളാണല്ലോ ഉണ്ടാവല്. അപ്പോൾ ഞാൻ പറയും കേട്ടോ ഒന്ന് ശ്രദ്ധിച്ച് നോക്ക്, നല്ല രസമാണ് വർത്താനം പറയുന്നത് കേൾക്കാൻ കേട്ടോ. ഇന്നിപ്പം കുറച്ച് ചർച്ചാ വിഷയമായത് സിദ്ധുവിൻ്റെ കയ്യിൽ കുഞ്ഞുവിൻ്റെ കയ്യിലുള്ളൊരു ഡയറി സിദ്ധുവിന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ കാലമായിട്ട് ഇത് കുഞ്ഞുവിൻ്റെ കയ്യിലുള്ള ഡയറി കേട്ടോ. അപ്പോൾ ഇന്നിപ്പം കുറച്ച് ദിവസമായിട്ട് സിദ്ധുവിൻ്റെ കയ്യിൽ കിട്ടി. അതിനുശേഷം അമ്മേൻ്റെ പേരുള്ള എന്താ പറയുക അമ്മേൻ്റെ ഡേറ്റ് ഓഫ് ബർത്തുള്ള ആ പേജ് കുഞ്ഞു പറിച്ചു കളഞ്ഞു എന്നാട്ടോ സിദ്ധുവിൻ്റെ പരാതി. അതായത് സിദ്ധുവിൻ്റെ കിട്ടിയ ഡയറിയിൽ ഞാൻ സെപ്റ്റംബർ 24 എൻ്റെ ഡേറ്റ് വരുന്നത് ബർത്ത്ഡേ. അപ്പോൾ ആ ഡയറീൻ്റെ പേജ് കുഞ്ഞു പറിച്ചു എന്നിട്ട് സിദ്ധു അതിൽ എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ഇന്ന ദിവസമായിരുന്നു എന്ന് എഴുതി വെച്ചെന്ന്, അങ്ങനെ തന്നെ ചേച്ചീൻ്റെ ബർത്ത്ഡേ ഇന്ന ദിവസമായിരുന്നു എഴുതി വെച്ചെന്ന് കേട്ടോ. അതാണ് ഇന്ന് അവൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ അത് നല്ല രസമാട്ടോ അത് പറയുന്നത്. ഇത്രയും ദിവസം കുഞ്ഞുവിൻ്റെ കയ്യിലുണ്ടായിട്ടും അവൻ അമ്മേൻ്റെ ബർത്ത്ഡേൻ്റെ ആ ഡയറിയിൽ ആ ഡേറ്റ് പറിച്ചു കളഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ എന്നെ ഡയറി കാണിച്ചിരുന്നത്. അതുപോലെ ചേച്ചീൻ്റെ ബർത്ത്ഡേ ഓൻ എഴുതി വെച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ സിദ്ധുവിൻ്റെ കയ്യിൽ ഇന്നലെ ആ ഡയറി കിട്ടിയ സമയം തൊട്ട് ഓൻ അതൊക്കെ ചെയ്തു എന്നാട്ടോ എന്നോട് പറയുന്നേ. പിന്നെ ഓൻ്റെ പിറന്നാൾ എൻ്റെ പിറന്നാൾ ഞാൻ എഴുതിയിട്ടില്ല. ഓൻ്റെ പിറന്നാൾ പോലെ ഓൻ എഴുതിയിട്ടില്ല. ഓനെല്ലാം അമ്മേൻ്റെ പിറന്നാൾ ചേച്ചീൻ്റെ പിറന്നാൾ ഇതാ ഇത് കാണിച്ചിട്ടുണ്ടല്ലേ സൈഷേട്ടാ. സെപ്റ്റംബർ 24 എൻ്റെ പിറന്നാള്. പക്ഷെ ഇവിടെ ഒരു പേജ് പറിച്ചു പോയില്ലേ, അതുകൊണ്ട് ഈ പേജ് കഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെ പിറന്നാൾ. ഇന്നലെ ഓനെ ഡയറി കിട്ടിയേ. ചോയ്ക്ക് ഇത് എപ്പ എന്തിനാ ഇന്നലെ എഴുതി എന്തിനാന്നറിയോ? ഞാൻ ഏച്ചീന്റെ അന്ന് എഴുതാത്തോണ്ട് ഓൻ ബാക്കി എല്ലാവരും എഴുതി വെച്ച് ഇന്നലെ എന്നോടെല്ലാം ചോദിച്ചു. അത് തന്നെയാ ഓന് ഇത്രയും മാസം കിട്ടിയിട്ട് സ്നേഹം കൊണ്ട് വേറെ എന്തെങ്കിലും എഴുതിക്കോ. ഇത് ഓന്റെ ഇതൊക്കെ എഴുതിയതാ.
റെസിഡൻഷ്യൽ അഡ്രസ് വീട്ടിൽ നിന്ന് പുറത്താക്കി ഇവനെ